ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ച് ബ്രഹ്മവിദ്യാലയ കനക ജൂബിലി സമാപന സമ്മേളനം നടന്നു. മഹാരാഷ്ട്ര സിദ്ധഗിരി മഠം പൂജ്യപാത ശ്രീ അദൃഷ് കക്ഷിദേശ്വർ സ്വാമികൾ കനക ജൂബിലി സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഭക്തിയിലെ ശ്രമിക്കുന്ന അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും എന്ന വിഷയത്തിൽ ഊന്നൽ നൽകിക്കൊണ്ടാണ് സമ്മേളനം നടന്നത്. ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ അധ്യക്ഷത വഹിച്ചു. കോഴിക്കോട് അദ്വൈതാശ്രമം മഠാധിപതി ശ്രീമദ് ചിദാനന്ദപുരി സ്വാമികൾ മുഖ്യ അതിഥിയായെത്തി. भक्ति और ज्ञान को हाथ में हाथ डाल के चलने के लिए प्रतिबद्ध की. ഭക്തിയെയും ജ്ഞാനത്തെയും ഒന്നിച്ച് ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരേ കയ്യിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള മാർഗനിർദ്ദേശം ചെയ്തു. अद्वैत ज्ञान और अनन्य भक्ति को बराबरी से चलाया उन्होंने. അദ്വൈത വിചാരത്തെയും അനന്യ ഭക്തിയെയും ഒന്നിച്ച് ചേർത്തുകൊണ്ട് മുന്നോട്ട് നയിച്ചു ഗുരുദേവൻ. अभी स्वामी जी कह रहे थे, सच्चिदानंद स्वामी जी, कि ये भक्ति क्या होती है. ഇപ്പോൾ സച്ചിദാനന്ദ സ്വാമി ഇവിടെ പറയുകയായിരുന്നു ഭക്തി എന്താണ് എന്നുള്ളത്. और श्री गुरु नारायण गुरुदेव जी ने ये भी सिखाया कि हम लोगों को समाज की सेवा कैसे करनी चाहिए. അതോടൊപ്പം ശ്രീനാരായണ ഗുരുദേവൻ നമ്മളോട് ഇതും ഉപദേശിച്ചു, നമ്മുടെ സമാജത്തിൻ്റെ സേവനം എങ്ങനെ ചെയ്യണം എന്നുള്ളത്. दरिद्र नारायण की सेवा कैसे करना चाहिए, उसको कैसे ऊपर उठाना चाहिए. ദരിദ്ര നാരായണന്മാരുടെ സേവ എങ്ങനെ ചെയ്യണം, അവരെ എങ്ങനെ ഉയർത്തി കൊണ്ടുവരണം എന്നത് ഗുരുദേവൻ ഉപദേശിച്ചു. और रुग्ण नारायण जो होता है उसका भी सेवा कैसे करे, ये भी उन्होंने सिखाया. രുഗ്ണ നാരായണന്മാർ, അതായത് രോഗികളായവർ, അവരുടെ ഉന്നതി എങ്ങനെ ഉണ്ടാവും, എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, അതും ഉപദേശിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു. और छोटी छोटी लोगों को कैसे उद्यम व्यापार किए, ये भी सिखाया. അതുപോലെ താഴേക്കിടയിലുള്ള എല്ലാവരെയും എങ്ങനെ ഉദ്യമത്തിലൂടെ ഉയർത്തിക്കൊണ്ടുവരാം എന്നുള്ളതും നമ്മെ ബോധിപ്പിച്ചു. परस्परों में प्रेम भाव से यानी भक्ति भाव से कैसे रहना चाहिए, ये भी सिखाया. നമ്മുടെ സമൂഹത്തിൽ നമ്മളെല്ലാവരും പരസ്പരം സ്നേഹത്തോടെ ആദരവോടെ എങ്ങനെ വസിക്കണം എന്നുള്ളതും നമ്മെ ബോധിപ്പിച്ച് പഠിപ്പിച്ചു. भक्ति वही होती है जो कभी भी कहाँ भी किसी भी अवस्था में हम अपने पर जैसे प्रेम करते हैं वैसे ही पूजनीयों पर यानी गुरु देवतादि पर प्रेम करे तो वह भक्ति होती है. ഭക്തി അങ്ങനെയുള്ളതാണ്. ഏതവസ്ഥയിൽ ഏത് വിധേനയായാലും എവിടെയായാലും നമുക്ക് നമ്മളിൽ എന്തൊരാദരവും പ്രേമവുമുണ്ടോ അതേപോലെ മറ്റുള്ളവരിലും ആദരപ്രേമഭാവങ്ങളെ ഉണ്ടാക്കുകയും മുതിർന്നവരെ ആദരിക്കാനുള്ള ശീലം വളർത്തുകയും ചെയ്യുന്നതാണ് ഭക്തി. देखिए, कल मैं मुझ पर प्रेम करता था, आज खुद थप्पड़ लगा लेता हूँ, ऐसा कभी नहीं होता है. कल भी मैं मुझ पर प्रेम करता था, आज भी करता हूँ, कल भी करूँगा. നോക്കൂ, ഇന്നലെ ഞാൻ എന്നെ സ്നേഹിച്ചിരുന്നു, എന്നാൽ ഇന്ന് ആ സ്നേഹം ഉപേക്ഷിച്ച് ഞാൻ എന്നെ വെറുക്കുന്നു. അത്തരമൊരവസ്ഥ ഇല്ലല്ലോ. ഇന്നലെയും ഞാൻ എന്നെ സ്നേഹിച്ചു, ഇന്നും ഞാൻ എന്നെ സ്നേഹിക്കും, നാളെയും ഞാൻ എന്നെ സ്നേഹിക്കും. मैं कोल्हापुर में था तब मुझ पर मैं प्रेम करता था, यहाँ अब केरल में आए तो खुद को दो थप्पड़ नहीं लगाता हूँ. ഞാൻ കോലാപൂരിലായിരുന്നപ്പോൾ ഞാൻ എന്നെ സ്നേഹിച്ചു, ഇപ്പോൾ കേരളത്തിൽ വന്നപ്പോൾ ഞാൻ എന്നെ വെറുക്കുന്നു എന്നില്ലല്ലോ. वैसे ही किसी भी अवस्था में, मैं जागृत अवस्था हो, स्वप्न अवस्था हो या सुषुप्ति हो, हर अवस्था में मैं खुद पर प्रेम करता हूँ. അതുപോലെ ജാഗ്രത അവസ്ഥയായാലും സ്വപ്നാവസ്ഥയായാലും സുഷുപ്തിയായാലും ഞാൻ എന്നിൽ പരമമായ സ്നേഹത്തെ തന്നെ സദാ പുലർത്തുന്നു. जैसे मैं मुझ पर प्रेम करता हूँ वैसे गुरु और अपने घर में जो बुजुर्ग लोग हैं उन पर प्रेम करना, साधु सत्पुरुषों पर प्रेम करना, ഭഗവാൻ पर प्रेम करना, यही भक्ति है. അപ്രകാരം തന്നെ, അതായത് ഞാൻ എന്നിൽ എനിക്ക് സ്നേഹമുള്ളതുപോലെ തന്നെ മറ്റുള്ളവരിലും ഗുരുജനങ്ങളിലും അമ്മ അച്ഛൻ തുടങ്ങിയവരിലും ശ്രേഷ്ഠന്മാരിലും ഒരുപോലെ ആദരഭാവം സൂക്ഷിക്കുക എന്നുള്ളതാണ് ഭക്തിയുടെ ശരിയായ സ്വരൂപം. देखिए, मुझ पर मैं प्रेम करते हुए कोई अपेक्षा नहीं करता हूँ. मुझ पर मैं प्रेम करूँगा तो मुझे क्या मिलेगा, ऐसा कभी पूछा है क्या? ഞാൻ എന്നെ സ്നേഹിക്കുമ്പോൾ, എന്നിൽ സ്നേഹം വയ്ക്കുമ്പോൾ ആ സ്നേഹം കൊണ്ട് എനിക്ക് എന്താണ് കിട്ടുക, എന്ത് ഫലം എനിക്ക് കിട്ടും എന്ന് ഞാൻ ഒരിക്കലെങ്കിലും ചോദിച്ചിട്ടുണ്ടോ, ചിന്തിച്ചിട്ടുണ്ടോ? देखिए, मुझ पर मैं प्रेम करूँगा तो क्या मिलेगा, ऐसा कभी नहीं सोचता हूँ. मुझ पर मैं प्रेम करना मेरा कर्तव्य है.
എന്നിൽ ഞാൻ സ്വയം സ്നേഹിക്കുമ്പോൾ, പ്രേമം ചെയ്യുമ്പോൾ അതിൽ നിന്ന് എന്ത് കിട്ടും എന്നൊരിക്കലും ഞാൻ ആലോചിക്കുന്നില്ല. മറിച്ച് എന്നിൽ സ്നേഹിക്കുക എന്നുള്ളത് എൻ്റെ സദാ കർത്തവ്യമാണ്. यह जो निरपेक्ष प्रेम है इसी को भक्ति कहते हैं. ഇങ്ങനെയുള്ള യാതൊരു നിരപേക്ഷമായ പ്രേമമുണ്ടോ, ഫലത്തെ അപേക്ഷിക്കാത്ത പ്രേമമുണ്ടോ, അതിനെയാണ് ഭക്തി എന്ന് പറയുന്നത്. जैसे कि मैं कॉलेज में था तब एक पाठ पढ़ता था. ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഒരു പാഠം ഉണ്ടായിരുന്നു. दो गरीब दंपति थे, पति पत्नी. ഒരു ദരിദ്രരായ ദമ്പതികൾ ഉണ്ടായിരുന്നു, പതിയും पति പത്നിയും. पत्नी बहुत गरीब थे. पति फैक्ट्री में काम करता था, पत्नी घर में रहती थी. അവർ അത്യന്തം ദരിദ്രരായിരുന്നു. അതിൽ പതി ഒരു ഫാക്ടറിയിൽ ജോലി ചെയ്യുകയായിരുന്നു, പത്നി ഗൃഹത്തിൽ തന്നെ ജോലി ചെയ്യുകയായിരുന്നു. देखिए, कोई त्योहार आया था, उस त्योहार में एक दूसरों को कुछ गिफ्ट देने की प्रथा थी. गिफ्ट देने की कोई त्योहार यानी फेस्टिवल. हाँ, त्योहार. ഒരു ഉത്സവം നാട്ടിൽ വന്നു ചേർന്നു. ആ സമയത്ത് ഒരാൾ മറ്റേയാൾക്ക് സമ്മാനം കൊടുക്കേണ്ടുന്ന അവസ്ഥാവിശേഷം വന്നു ചേർന്നു. देखिए, ये गरीब होने के कारण इनके रिश्तेदार, इनके जो रिलेटिव है वो कोई इनके घर नहीं आते थे. ദരിദ്രരായിരുന്നത് കൊണ്ട് ബന്ധുജനങ്ങൾ ആരും തന്നെ അവരുടെ ഗൃഹത്തിൽ വന്നിരുന്നില്ല. मगर ये पति पत्नी अपने आप में ही ऐसा सोच लिया कि हम परस्परों को कुछ देवे. അതുകൊണ്ട് തന്നെ ഈ പതിയും പത്നിയും അവർ തമ്മിൽ പരസ്പരം വിചാരിച്ചു, മറ്റാരും വരാത്ത സ്ഥിതിക്ക് നമുക്ക് തന്നെ പരസ്പരം സമ്മാനം കൊടുക്കാം എന്ന്. पति फैक्ट्री में गया था काम करने के लिए. ഭർത്താവ് പതി ഫാക്ടറിയിൽ ജോലി ചെയ്യാൻ പോയതായിരുന്നു. और पत्नी घर में सोचने लगी कि मेरे पति को मैं क्या गिफ्ट दूं. ആ സമയത്ത് പത്നി ഗൃഹത്തിലിരുന്ന് ചിന്തിച്ചു, എൻ്റെ പതിക്ക് ഞാൻ എന്ത് സമ്മാനം കൊടുക്കും. तो कुछ समझ में नहीं आ रहा था. എന്നാൽ ഒന്നും തന്നെ മനസ്സിൽ വന്നിരുന്നില്ല. तो जब मिरर के सामने खड़ी हो गए तो उसको कुछ उपाय सूझा. കുറച്ചു നേരം അങ്ങനെ ചിന്തിച്ചതിന് ശേഷം ഒരു ഉപായം അവരുടെ മനസ്സിൽ വന്നു ചേർന്നു. तो तुरंत वो बाजार में गई, अंदर घर में गई. एक डिब्बा जो हर दिन संसार करने के बाद कुछ पैसा बचते थे उसमें रखी थी. वो पैसे ले ली बचा हुआ और बाजार में गई, जाके एक चीज़ खरीद के लाई. അവർ വീട്ടിനുള്ളിൽ അന്നന്നത്തെ ചെലവ് ചെയ്യുന്നതിൻ്റെ സന്ദർഭത്തിൽ അല്പം നാണയത്തുട്ടുകൾ ഒരു പാത്രത്തിൽ ഇട്ട് വെക്കാറുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് അവർക്ക് ഓർമ്മ വരികയും അതുമെടുത്ത് അവർ അങ്ങാടിയിൽ പോയി ഒരു വസ്തു വാങ്ങുകയും ചെയ്തു. और घर में राह देखती थी कि कब आएंगे और मैं उसको ये वस्तु देकर आश्चर्यचकित करूं. എപ്പോൾ ഫാക്ടറിയിൽ നിന്ന് ജോലി കഴിഞ്ഞ് എൻ്റെ പതി തിരിച്ചു വരുമോ ആ സമയത്ത് ഈ സമ്മാനം കൊടുത്ത് എൻ്റെ പതിയെ അത്ഭുതപ്പെടുത്താം എന്ന് അവർ വിചാരിച്ചു. സമ്മേളനത്തോടനുബന്ധിച്ച് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ രചിച്ച കുടുംബജീവിതം ശ്രീനാരായണ ധർമ്മത്തിൽ ഗുരുദേവ ക്വിസ് പ്രശ്നോത്തരി പരിഷ്കരിച്ച പതിപ്പ് എന്നീ പുസ്തകങ്ങളുടെ പ്രകാശനവും നടന്നു. വിസ്മയ ന്യൂസ്, വർക്കല.